ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്നലെ ഗോട്ട് സിനിമ കാണാൻ പോയിട്ടുണ്ടായി. സോ അതിൻ്റെ വിഷ്വൽസ് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. സോ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വരാം. സോ ഗൈസ്, അപ്പം നമുക്ക് ടിക്കറ്റ് അഞ്ചോട്ട് കയറാം. ഗൈസ്, ഇവിടുത്തെ ലൈറ്റിങ് സംഭവമൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഹായ് തലപ്പതി. ഗൈസ്, നമ്മുടെ സീറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് റോ. ഏറി സെക്കൻഡ് റോ ഏറി. സോ ഗൈസ്, അങ്ങനെ പടത്തിൻ്റെ ഇൻ്റർവെലായപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ടോ, ഇത്രയും ജനമാണ് പടം കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മളത് ഒരു പോപ്കോണും മിണറലും മാത്രം മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പോപ്കോണും വാട്ടർ ബോട്ടിലും മേടിച്ചിട്ടുണ്ട്. கோட் ரிவ்யூ கோட் மூவி எப்படி இருந்துச்சு? படம் சூப்பராக இருக்குது. நீங்கள் வந்து எல்லாரும் குடும்பமாக போய் பாருங்கள். ഗൈസ്, നമ്മളങ്ങനെ ഗോട്ട് പടം കണ്ട് വന്നിരിക്കുകയാണ്. സോ വന്നിട്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. സോ ഗോട്ട് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം പറഞ്ഞ അത്ര നെഗറ്റീവ് സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ വലിയ ലോജിക്കും വലിയ എക്സ്പെക്റ്റേഷൻ കണ്ട് പോയാൽ അടിപൊളി പടമാണ്. ഇപ്പം നമുക്ക് നാലുപേർക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ആ പടത്തെക്കുറിച്ച്. വലിയ ഇത് മോശമായിട്ടും ആരും പറഞ്ഞില്ല. പിന്നെ 3 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയില്ല. ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് ഇങ്ങനെ ഇതാകുമ്പോഴേക്കും പോയ പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ പോകണം. നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുക ലാഗും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ സംഭവം അടിപൊളിയാണ് പടം. ഭയങ്കര സ്റ്റോറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ തന്നെ ഇല്ല. ജസ്റ്റ് ഒരു റിവെഞ്ച്, പിന്നെ ഒരാളെ നമ്മൾ ബിട്രേയൽ, അങ്ങനത്തെ പരിപാടി സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് കുറേ സർപ്രൈസ് എൻട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പേര് വരുന്നുണ്ട് പടത്തിൽ. സോ സർപ്രൈസ് ആയിട്ട്. സോ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. സോ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പടമാണ് ഗോട്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ വഴി ഡിന്നർ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ചായയും കുടിച്ച് ബ്രെഡ് ഓംലേറ്റും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മൾ പല ചായകളാണ് പറഞ്ഞത്. നോർമൽ ചായ, ജിഞ്ചർ, ലെമൺ ടീ ഒക്കെ. ഗൈസ്, നമ്മൾ പോളൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. போமா உள்ளெல்லாம் போவேணா, இங்கே அப்படியே திரும்பி போய வேண்டியதுதான். സോ ഗൈസ്, നമ്മളങ്ങനെ ലഞ്ചിനുള്ള സംഭവങ്ങൾ മേടിക്കാൻ പോവുകയാണ്. സോ ഗൈസ്, സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. ഈ തുണി എന്നാ ലഞ്ച് ഉണ്ടെങ്കിൽ என்ன ஏதோ முட்டை பொரியல் சொன்னீங்க ஸ்பெஷல். வெஜ் ஆனியன், டொமேட்டோலாம் போட்டு சில்லிலாம் போட்டு மாஸ் மட்டும் வாங்கி. ഓക്കെ, ശരി. മുട്ട പൊരിയൽ ഗൈസ്, അപ്പം മുട്ട പൊരിയൽ ഉണ്ടാക്കാനായിട്ട് മുട്ട റെഡിയാക്കിയിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, സവാള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഗൈസ്, അപ്പോൾ നമ്മുടെ ഷെഫ് മിത്തുൻ സ്പെഷ്യൽ മുട്ട പൊരിയൽ റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ചോറ് കഴിക്കാം. സോ നമ്മുടെ ലഞ്ചിന് ചോറും രസവും മുട്ട പൊരിയലുമാണ്. ഗൈസ്, അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. സോ ലഞ്ച് എന്ന് വെച്ചാൽ വിഷയം ലഞ്ചായിരുന്നു. ഷെഫ് മിത്തുൻ സ്പെഷ്യൽ ലഞ്ച്. രസം പ്ലസ് മുട്ട പൊരിയലായിരുന്നു. മുട്ട പൊരിയൽ സീൻസാണ്, അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
സോ അങ്ങനെ നല്ല അടിപൊളി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല, വൈകിട്ട് ജിമ്മിൽ പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം പോയി കിടന്നുറങ്ങട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന്, നമുക്ക് ഇനി അടുത്ത് ജിമ്മിൽ പോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ആണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ 4 അടിപൊളി വ്ളോഗ് എവിടെ എല്ലാവർക്കും ബൈ.